അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നിങ്ങളുടെ നാളത്തെ പരീക്ഷയായ ലിസാനിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1. ഇഖ്തർ മിമ്മ ബൈനൽ കൗസൈനി. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ മുകളിലെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അലൽ അഷ്ജാരി, മരത്തിന്റെ മുകളിൽ. റബ്ബത്തു നാദ എന്നാണ് അർത്ഥം വരുന്നത്. ഫി റബീൽ അവൽ, റബീൽ അവൽ മാസത്തിൽ എന്നാണ്. ബിൽ ഇൽമി, അറിവ് കൊണ്ട്. ചോദ്യം 1. നവ്വിർ ഖൽബി ഡാഷ്. ഉത്തരം ബി ഇൽമി. എൻ്റെ ഹൃദയം അറിവ് കൊണ്ട് നിറയ്ക്കണമേ. ഇനി ചോദ്യം 2. അത്തുയൂറു ഡാഷ്. പക്ഷികൾ എവിടെയാണ്? അലൽ അഷ്ജാരി, മരത്തിന് മുകളിലാണല്ലേ. ഇനി ചോദ്യം 3. ഉമ്മുഹു, അവൻ്റെ ഉമ്മ ഡാഷ് അൽ ബൈത്തി. ഉത്തരം റബ്ബത്തുൽ ബൈത്തി, ഗ്രഹനാഥയാണ്. ചോദ്യം 4. ഉലിദ, ജനിച്ചു, നബിയുന, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ്. ഉത്തരം ഫി റബീൽ അവലി, റബീഉൽ അവൽ മാസത്തിൽ നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇവയിലെ ജറിന്റെ ഹർഫുകളെ കള്ളിയിൽ എഴുതാം. താഴെ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ഓരോ ചോദ്യത്തിലുമുള്ള ജറിന്റെ ഹർഫിനെ ആ കോളങ്ങളിലേക്ക് എഴുതണം. ചോദ്യം 1. ഫഹിംതു അനിൽ ഹയവാനാത്തി. ഫഹിംതു, ഞാൻ മനസ്സിലാക്കി, അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച്. ഇതിലെ ജറിന്റെ ഹർഫ് ഏതാണ്? അൻ. ഇവിടെ അൻ വന്നപ്പോൾ ഹയവാനാത്തി എന്ന വാക്കിന് എന്തായി? അവസാനത്തെ അക്ഷരത്തിന് കസർ വന്നു. അതുകൊണ്ടാണ് അതിന് ജറിന്റെ ഹർഫ് എന്ന് പറയാൻ കാരണം. ഇനി രണ്ടാമത്തെ ചോദ്യം. അല്ലബിയു മാനെ കൽ ഒനമി, ആടിനെ പോലെയാണ്. ഇവിടെ ജറിന്റെ ഹർഫ് ഏതാ? ക. കൽ ഒനമി, ഒനമി എന്നുള്ളതിന് അവസാനത്തെ അക്ഷരത്തിന് കസർ വന്നു. അപ്പൊ ജറിന്റെ ഹർഫ് ഏതാണ്? ക എന്നാണല്ലേ. ചോദ്യം 3. അൽ അസദു ഫിൽ ഖഫസി. അൽ അസദു, സിംഹം, ഫിൽ ഖഫസി, കൂട്ടിലാകുന്നു. ഇവിടെ ജറിന്റെ ഹർഫ് ഏതാ? ഫി. ഫി എന്ന് വന്നപ്പോഴാണ് ഖഫസി എന്ന് കസറായത്. ഇനി ചോദ്യം 4. എർജിയു, മടങ്ങുന്നു, അൽ ഔലാദു, ആൺകുട്ടികൾ, മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്നും. ഇവിടെ ഏതാണ് ജറിന്റെ ഹർഫ്? മിന എന്നാണ്. കാരണം എന്താണ്? മിനൽ മദ്രസത്തി. ഇതെങ്ങനെ മനസ്സിലാക്കാം? മിന എന്ന് കഴിഞ്ഞിട്ട് വന്ന പദത്തിന്റെ അവസാനം കസർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മിന ഒരു ജറിന്റെ ഹർഫാണ്. ഇനി ചോദ്യം 5. അൽ മിർആത്തു, കണ്ണാടി, അലൽ ജിദാരി, ചുമരിന്മേലാണ്. ഇവിടെ ഏതാണ് ജറിന്റെ ഹർഫ്? അല എന്നുള്ളതാണ്. മേൽ എന്നർത്ഥം വരുന്ന, അത് കഴിഞ്ഞിട്ട് വരുന്ന പദാണ് ജിദാരി. ലിരി എന്ന് കസർ വന്നിക്കണ്. അപ്പോൾ ജറിന്റെ ഹർഫ് ഏതാ? അല. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഇംലയിൽ ഫറാ, വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം. യുഹിബു ഡാഷ് യുഹിബൂന. ഇവിടെ മുഫ്രദ് വന്നിട്ടുണ്ട്. യുഹിബു, അവൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ യുഹിബൂന, ജംഉൻ തന്നിട്ടുണ്ട്, അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ മുസന്നയാണ് എഴുതി കൊടുക്കേണ്ടത്. അവർ 2 പേരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെന്താ? യുഹിബാനി. ഇനി ചോദ്യം 2. തഫ്അലു, അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും. തഫ്അലാനി, അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും. അപ്പോൾ ഇതിൻ്റെ ജം എന്താ വരിക? തഫ്അലു, തഫ്അലാനി, യഫ്അൽന, അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും. ചോദ്യം 3. അർബഅത്തുൻ, അർബഅത്തുൻ എന്ന് പറഞ്ഞാൽ 4, ഡാഷ് സിത്തത്തുൻ, സിത്തത്തുൻ എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 4 കഴിഞ്ഞാൽ 5 അല്ലേ. 5ന് എന്താ? ഹംസത്തുൻ. ഇനി ചോദ്യം 4. ഡാഷ് റമളാൻ ഷവ്വാൽ, മാസങ്ങളുടെ പേരാണല്ലേ. അപ്പം റമളാൻ മാസത്തിന് മുൻപുള്ള മാസം ഏതാ? ഷാബാൻ. ഉത്തരം ഷാബാൻ. ഇനി ചോദ്യം 5. അൽ ബുർത്തുക്കാലു, ഓറഞ്ച്, ഡാഷ് അസല്ലത്തി, കുട്ട. അപ്പം എന്താ പറയണ്ടത്? കുട്ടയിലാണ് ഓറഞ്ച്. അപ്പോൾ കുട്ടയിൽ എന്നുള്ളതിന് അവിടെ ഫി എന്ന് വെക്കണം. ഫി സല്ലത്തി.
ഇനി നാലാമത്തെ പ്രവർത്തനം തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ചോദ്യം 1. സമിഅത്തുൽ അദാന മിനൽ മസ്ജിദി. സമിഅത്തു ഞാൻ കേട്ടു, അൽ അദാന ബാങ്ക്, മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും. ഉത്തരം എങ്ങനെ എഴുതാം? പള്ളിയിൽ നിന്നും ഞാൻ ബാങ്ക് കേട്ടു. ഇനി ചോദ്യം 2. അൽ ഉമ്മു വൽ ഉഖ്താനി യുറത്തിബ്ന ഉമൂറൽ ബൈത്തി. അൽ ഉമ്മു ഉമ്മ, വൽ ഉഖ്താനി രണ്ട് സഹോദരിമാരും, ഉമ്മയും രണ്ട് സഹോദരിമാരും, യുറത്തിബ്ന അവർ ക്രമീകരിക്കും, ഉമൂറൽ ബൈത്തി വീട്ടുകാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഉമ്മയും രണ്ട് സഹോദരിമാരും വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. അരിബി സൂറ, ചിത്രങ്ങളെ അറബിയിലാക്കാം. അറബിയിൽ എഴുതണം. എന്താണ് ഒന്നാമത്തെ ചിത്രം? ഒരു കാക്ക മരത്തിന്മേലുണ്ട് അല്ലേ? കാക്കക്ക് എന്താ? ഉറാബ്. മേൽ എന്നുള്ളതിന് അല, മരം എന്നുള്ളതിന് ഷജറത്തി. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ അൽ ഉറാബു അല ഷജറത്തി, കാക്ക മരത്തിന്മേലാകുന്നു. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കുറുക്കൻ കൂട്ടിലാകുന്നു. എങ്ങനെ പറയാം? കുറുക്കന് അസ്സഅലബു ഫിൽ ഖഫസി, കൂട്ടിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ്. അപ്പോൾ ഫിൽ ഖഫസി കൂട്ടിലാകുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ലിസാനിൻ്റെ ഈ ചോദ്യപേപ്പറിലുള്ളത്. ഇനി മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.